ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ കുറിച്ച് പറഞ്ഞുതരാമെന്ന്. അത് തന്നെ, എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ? ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴോ അല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കും. അങ്ങനെ ആ തീരുമാനം നന്നായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നതിനാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് തരം ഇത് വരും. ഒന്ന് ലോജിക്കലായിട്ടുള്ള ചിന്ത, പിന്നെ ഇമോഷണലായിട്ടുള്ള ചിന്ത. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടത്തെ ബ്രെയിനും ലോജിക്കലും വലത്തെ ബ്രെയിനും ഇമോഷണലുമാണ്. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തകൾ എടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ഇമോഷണലായിട്ടൊരു ചിന്ത പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ്, പിന്നീട് അത് വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം നമ്മളൊരു ഇമോഷൻ്റെ പുറത്തെടുത്തൊരു തീരുമാനമാണ്. ഇമോഷൻ എപ്പോൾ ആണെങ്കിലും ചേഞ്ച് ആവാം. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ അവിടുത്തെ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, രണ്ട് വീടുകളിൽ പോകാൻ അവസരമുണ്ട്. അപ്പോൾ ഇതിലൊരു വീട്ടിൽ ഒരുപാടധികം സന്തോഷം ലഭിക്കും, മറ്റേ വീട്ടിൽ ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സന്തോഷമുള്ള വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഇത് കേട്ടാണ്, ഗേൾസ് ഇമോഷണലിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് അധികം ലോജിക്കലായിട്ട് തീരുമാനം എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ തീരുമാനം പറഞ്ഞത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്ക് എന്തിനും ഒരുപാടധികം കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യം പഠിച്ചിട്ട് എന്താ കാര്യം, കുറേ സന്തോഷം കിട്ടില്ലെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷം എത്ര കാലം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സന്തോഷം ഒരു സമയം പരിധി വരെ കിട്ടും, പിന്നെ അതൊക്കെ ഒരു ഓർമ്മകളായി മാറും. പക്ഷെ പഠനം അങ്ങനെയല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പഠിച്ച കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുവഴി ആ ഒരു കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകാം പഠിക്കുന്ന സമയത്തും. അതുപോലെ തന്നെ പിന്നെ ആ പഠിപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരും. പിന്നെ നമുക്ക് സന്തോഷം കിട്ടും. പഠിച്ച കാര്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പോകില്ല. പഠിച്ച കാര്യം മറക്കും, അങ്ങനെയല്ല പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രെയിൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. അപ്പോൾ അതിനൊരു വഴി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ ഒരു ഓർമ്മനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാടധികം എനിക്ക് തന്നെ പറയാം, ഒരുപാടധികം കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ഇപ്പം തന്നെ ഒരുപാടധികം കാര്യങ്ങൾ മറന്നു. ഒരുപാടധികം അറിവുകൾ ഞാൻ തലക്കേറ്റി വെച്ചിട്ടൊക്കെ പോയി. അപ്പോൾ വെച്ചാൽ അതൊക്കെ വീണ്ടും എടുത്തിങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചും കേട്ടും കഴിഞ്ഞാൽ തന്നെ എന്നിട്ടത് ബുക്കിലൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ ആ ഒരു തലച്ചോറ് വീണ്ടും ഫീഡ് ചെയ്തൊക്കെ മനസ്സിലാക്കി വെക്കുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാടധികം ഇതുണ്ട്. നമ്മുടെ തലച്ചോറിൽ തന്നെ ഒരു സയൻറ്റിസ്റ്റുകൾക്ക് ഇപ്പോഴും കണ്ടുപിടിച്ചാൽ പറ്റില്ല നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വേറെ ലെവലാവും ഇതൊക്കെ. പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. അതിനൊക്കെ ഒരുപാടധികം ഇനിയും സമയമെടുക്കും. അപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് തീരുമാനം എടുക്കണതാണ് നല്ലതെന്നാണ്. അതായത് ആ ഒരു ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലോജിക്കലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടധികം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, പഠിക്കാം നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഠനം കൊണ്ട് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവും. പക്ഷെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ്, പിന്നെ അതൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ചൊല്ലുണ്ട്, വീക്ക് പീപ്പിൾസ് ഫോക്കസ് ഓൺ പ്ലഷർ ആൻഡ് സ്ട്രോങ് പീപ്പിൾസ് ഫോക്കസ് ഓൺ ഗോൾസ്. അതായത് ശക്തരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ജോലിയിലാണ് ശ്രദ്ധിക്കുന്നത്, അവർ ചെയ്യുന്ന അവരുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ജോലിയിൽ. പക്ഷേ വീക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ആനന്ദത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷെ അതാണ് സത്യം. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രഗത്ഭരായ ആളുകളോട് ചോദിക്കുക. അതായത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇതെന്താ ചെയ്യണ്ടേ, ഇത് ഞാനിത് ചെയ്യണോ അത് ചെയ്യണ്ടേ, അതിനൊരു സംശയം വരികയാണെങ്കിൽ നിങ്ങൾ ഒരു അടുത്തുള്ള ഒരാളോട് ചോദിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളോട് ചോദിക്കുക. അപ്പോൾ അയാൾ പറയും, അയാളെ കാഴ്ചപ്പാടിൽ അയാളൊരു കൺസെപ്റ്റ് അയാൾ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങളും ഇതൊന്ന് നോക്കുക, നിങ്ങളെ കാഴ്ചപ്പാടും കൂടി നോക്കുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുക. ഒരു നല്ലൊരു തീരുമാനത്തിന് നല്ലൊരു സമയമെടുക്കും. സമയമെടുത്തുള്ള തീരുമാനമായിരിക്കും അടിപൊളി. പിന്നെ നമ്മൾ പറയും ഒരു പെട്ടെന്നുള്ള തീരുമാനം രണ്ട് തരത്തിലുണ്ട്. ഫാസ്റ്റ് തീരുമാനമുണ്ട്, ലോ തീരുമാനമുണ്ട്. അതെങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട ആ ഒരു തീരുമാനം ഉണ്ടാവും. പെട്ടെന്ന് ചെയ്യേണ്ട തീരുമാനങ്ങൾ, അതിനൊരു 5 സെക്കൻഡ് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ അത് ലോ ആയിക്കോട്ടെ ഫാസ്റ്റ് ആയിക്കോട്ടെ, അതിൽ 3 കാര്യങ്ങൾ ചിന്തിക്കണം. എനിക്കിത് നല്ലതാണോ, എനിക്കിത് എങ്ങനെ അഡ്വാൻറ്റേജ് ആണ്, എനിക്കിത് എങ്ങനെയാണ് അനുകൂലമായിട്ടുള്ളത്, അതിന് ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം, എനിക്കിത് നല്ലതാണോ,
എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത്യാവശ്യം സമയം വേണം. ഇപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമാണെങ്കിൽ തന്നെ മാക്സിമം 1 മിനിറ്റൊക്കെ എടുത്തിട്ട് ചെയ്യുക. സാധാരണ ഒരു തീരുമാനം എടുക്കാൻ 5 സെക്കൻഡൊക്കെയാണ് പറയുന്നത്, ഫാസ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ. പിന്നെ കുറച്ച് നമുക്ക് പിന്നെ അതിന് ടൈം ബേസിലാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം വിൽക്കണോ വേണ്ടേ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം നമുക്ക് വേണ്ടി വരും തീരുമാനം എടുക്കാൻ തന്നെ. സമയം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ തന്നെ നമുക്ക് അത്രയും സമയം വേണ്ടി വരും. അതൊരു വലിയ കാര്യങ്ങളായിരിക്കും. ഒരു കമ്പനീൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യണോ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതിനൊക്കെ ഒരുപാടധികം പ്ലാനിങ് ഒക്കെ വേണ്ടി വരും. ഇതിങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഓരോരോ ഐഡിയാസായിട്ട് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടധികം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുക. പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരു കമ്പനീൻ്റെ ഈ പൈസയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്. ഈ കമ്പനി അങ്ങോട്ട് മാറ്റണം ഇതിനെ ഇങ്ങനെ ഞാനൊക്കെ ഇതുണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനൊക്കെ നല്ല സമയം എടുക്കും. പിന്നെ മറ്റേ തീരുമാനം അതൊക്കെ ലോവർ തീരുമാനങ്ങളാണ്. മറ്റേ ഫാസ്റ്റ് ഒരു കാര്യം ചെയ്യണോ ചെയ്യണോ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്നും നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും. അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് 5 സെക്കൻഡ് 1 മിനിറ്റൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ട തീരുമാനങ്ങൾ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്താണെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു സ്കില്ല് നിങ്ങളുടെ ലൈഫിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ടിൽ എഴുതിയെടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ആദ്യം നിങ്ങളൊരു നോട്ടിലത് എഴുതി വെക്കുക. പിന്നെ അതുപോലെ ഇനിയും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഒരു നോട്ടിൽ എഴുതി വെക്കുക. പിന്നെ വേറെ ആളുകൾ ഡിസിഷൻ മേക്കിങ്ങിനെ പറയുന്ന യൂട്യൂബിലുണ്ടാവും, അത് നിങ്ങൾ നോക്കുക. അങ്ങനെ അത് മൊത്തത്തിൽ ഒരു ഇതെടുക്കുക, റിസർച്ച് ചെയ്യാവുന്ന കുറച്ച് പാരഗ്രാഫ് എഴുതി വെക്കുക. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒന്ന് വായിക്കുക, അതൊക്കെ ഒന്ന് വായിക്കുക ആൻഡ് എഴുതുക, അങ്ങനെ സംഭവം ചെയ്യുക. അതിനുശേഷം ആ ഒരു ഇത് നമ്മുടെ ലൈഫിൽ മെല്ലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളിന്ന് ഡിസിഷൻ എടുത്ത് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ച് നോക്കുക. അതാണ് പ്രാധാന്യം. അങ്ങനെ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റും, പാളിച്ച് പറ്റും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, ഞാൻ എന്താണ് ഈ ബെറ്റർ ആക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചിന്തിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും തീരുമാനം എടുക്കുക. അങ്ങനെ തീരുമാനം എടുത്ത് അവസാനം ബെറ്റർ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു ഡിസിഷൻ മേക്കർ നമ്മളാവും. സോ ഇങ്ങനെയാണ് നമ്മളൊരു സ്കില്ല് നമ്മുടെ അതിക്കാവുക. അപ്പോൾ വേറെ എന്ത് സ്കില്ലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് ഒരുപാടധികം പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ആ ഒരു സ്കില്ലിനെ കുറിച്ച് ഒരുപാടധികം പഠിക്കണം, അതിൻ്റെ ഐഡിയാസ് പഠിക്കണം, അതിൻ്റെ ടെക്നിക്സ് പഠിക്കണം. ഒരു പുതിയ സ്കില്ല് എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് ഞങ്ങൾക്ക് പറയാം. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു പുതിയ സ്കില്ല് എങ്ങനെ നമ്മൾ കൊണ്ടുവരാം. ഒരു സ്കില്ല് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു സ്കില്ലിനെ കുറിച്ചുള്ള അറിവ് നേടണം, പിന്നെ ആക്ഷൻ എടുക്കണം. പിന്നെ ആദ്യം നമ്മൾ ആ സ്കില്ലിനെ കുറിച്ചുള്ള അറിവ് നേടണം, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം. അങ്ങനെ പിന്നെ പ്രാക്ടീസ് ചെയ്യണം, പിന്നെ മിസ്റ്റേക്സ് പറ്റിക്കാൻ ആ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു സ്കില്ല് ബെറ്ററായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ. ഒരു സ്കില്ല് ചിലപ്പം ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ അതിനൊരു ബുക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റും, 24 hours ലേൺ സ്കിൽ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്തുണ്ട് ആ ബുക്ക്. അതിൻ്റെ ഒരു ഇതാണ്, ഒരു സമ്മറിയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയൊരു സ്കില്ല് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം.